ഹരി ഓം. എല്ലാ സുഹൃതികൾക്കും എൻ്റെ വിനീത പ്രണാമം. ആലപ്പുഴ ജില്ലയിൽ മാവേലിക്കര ചെട്ടിക്കുളങ്ങര ദേവി സന്നിധിയിൽ, ദേവിയുടെ പവിത്ര ഭൂമിയിൽ വീണ്ടും ഒരു ഭാഗവത സപ്താഹയജ്ഞത്തിന് വേദിയൊരുങ്ങുകയാണ്. 2026 ജനുവരി 20 മുതൽ ജനുവരി 27 വരെ ചെട്ടിക്കുളങ്ങര ദേവി ക്ഷേത്ര സന്നിധിയിൽ നടക്കുന്ന ശ്രീമദ് ഭാഗവത സപ്താഹയജ്ഞത്തിലേക്ക് നിങ്ങളെല്ലാവരെയും ഞാൻ സുസ്വാഗതം ചെയ്യുന്നു. കുത്തിയോട്ട ചുവടിൻ്റെയും കെട്ടുകാഴ്ചകളുടെയും കുംഭഭരണിയുടെയും അനുഗ്രഹം നിറഞ്ഞ ദേവീ ചൈതന്യം നിറഞ്ഞ ചെട്ടിക്കുളങ്ങര അമ്മയുടെ പവിത്ര സന്നിധിയിൽ ശ്രീമദ് ഭാഗവത സപ്താഹ ചൈതന്യം കൂടി നമുക്ക് അനുഭവിക്കാൻ സാധിക്കുമ്പോൾ നമ്മുടെ ജീവിതത്തെ തന്നെ അത് പരിവർത്തനം വരുത്തും. എന്തിനാണ് നാം ഭാഗവത സപ്താഹം ഒരു ക്ഷേത്ര സന്നിധിയിൽ പാരായണം ചെയ്യുന്നത്? ദേവി നമ്മളെ ശക്തിയുടെ രൂപത്തിൽ അനുഗ്രഹിക്കുമ്പോൾ ഭാഗവതം നമ്മെ വഴി കാണിക്കുന്നു, ജ്ഞാനം തന്ന് മുന്നോട്ടുള്ള വഴി കാണിക്കുന്നു. ദേവിയുടെ ശക്തിയും ജീവിതത്തിൻ്റെ മുന്നോട്ടുള്ള ഗതിയും മനസ്സിലാക്കുമ്പോഴാണ് ഒരു ജീവിതം പൂർണ്ണമാകുന്നത്. ഭഗവാൻ ശ്രീകൃഷ്ണൻ അവതരിക്കുന്നതിന് മുമ്പ് തൻ്റെ ശക്തി സ്വരൂപിണിയായ ദേവിയോട് പറയും, ദേവി, ഞാൻ അവതരിക്കുന്നതിന് മുമ്പ് ഭൂമിയിൽ അവതരിച്ച് എൻ്റെ